അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പ്രകാശം കാണുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്കും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകൾ അവരെ സമീപിക്കുകയും, എന്നാൽ നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ പിറകിൽ അന്വേഷിക്കുക എന്ന് അവർ പറയപ്പെടുകയും അവർക്കിടയിൽ ഒരു മറ സ്ഥാപിക്കപ്പെടുകയും അങ്ങനെ അവർ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ ഈ ഭൂമിയിൽ കാണിച്ച നിഫാഖിൻ്റെ, കാപട്യത്തിൻ്റെ അനന്തരഫലമാണ് അത്. സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, മസലുഹും, അവരുടെ ഉപമ, മുനാഫിഖുകളുടെ ഉപമ, കമസലിൽ ലദി ഇസ്തൗഖദ നാറ, ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. ഫലമ്മാ അദാഅത് മാ ഹൗലഹു, അങ്ങനെ തൻ്റെ ചുറ്റിലും വെളിച്ചം വന്നു തുടങ്ങിയപ്പോൾ, ദഹബല്ലാഹു ബിനൂരിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രകാശം കൊണ്ടുപോയി. വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ, അങ്ങനെ കാണാൻ പറ്റാത്ത വിധത്തിൽ അവരെ അന്ധകാരത്തിൽ അല്ലാഹു വിട്ടേച്ചു കളഞ്ഞു. കാരണം മുനാഫിക്കുകൾക്ക് മറ്റു കാഫിറുകളെ പോലെയല്ല, അവർ നബിയുടെ കൂടെ നമസ്കരിക്കുവാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാനൊക്കെ നബിയുടെ കൂടെയുള്ളവരാണ്. അപ്പോൾ ഈ വെളിച്ചം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ ഉള്ളിൽ അവിശ്വാസം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രകാശത്തെ അള്ളാഹു അവരിൽ നിന്ന് എടുത്തു മാറ്റി. ഈമാനിനെ, ഇൽമിനെ അള്ളാഹു അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞു, അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ. അങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും വിശ്വാസികളെയും വഞ്ചിച്ചതുപോലെ ഖിയാമത്ത് നാളിൽ അവർക്ക് ആദ്യം ഒരു പ്രകാശം നൽകപ്പെടുമെന്നും പിന്നീട് ആ പ്രകാശം എടുത്തു കളയുമെന്നും പല റിവായത്തുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വിശ്വാസം പുറത്ത് കാണിച്ച് ഉള്ളിൽ അവിശ്വസിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പ്രകാശം നൽകി, പിന്നെ അവരിൽ നിന്ന് അല്ലാഹു അതെടുത്തു മാറ്റും. അങ്ങനെ മഹ്ശറിൻ്റെ ഇരുട്ടിലേക്ക് അല്ലാഹു അവരെ തള്ളി നീക്കും. അതാണ് വതറകഹും ഫീ ളുലുമാതിൻ, അവർ അന്ധകാരങ്ങളിൽ അല്ലാഹു അവരെ ഉപേക്ഷിക്കും. ലാ യുബ്സിറൂൻ, അവർക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير.
ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. അപ്പോൾ മുനാഫിക്കുകൾ സത്യവിശ്വാസികൾക്ക് പ്രകാശം നൽകപ്പെടുമ്പോൾ, അതിന് സ്ഥിരത ലഭിച്ചു കാണുമ്പോൾ അവരോട് ആ പ്രകാശം ചോദിക്കുന്നു. അപ്പോൾ അവരോട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രകാശം കണ്ടെത്തുക എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് അവർ വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമാണ് 14-ാമത്തെ ആയത്തിലുള്ളത്. യുനാദൂനഹും, അവർ അവരെ വിളിക്കും. അഥവാ കപടവിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികളെ വിളിക്കും. നാദ യുനാദി മുനാദാത്ത് വനിദ, വിളിക്കുക. യുനാദൂനഹും, അവർ അവരെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, അലം നകുൻ, ഞങ്ങൾ ആയിരുന്നില്ലേ? അലം നകുൻ, ഞങ്ങൾ ആയിരുന്നില്ലേ? മഅക്കും, നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? മഅക്കും ഖാലു, അപ്പോൾ വിശ്വാസികൾ പറയും, ബല, അതെ ആയിരുന്നു. വലാകിന്നക്കും, എന്നാൽ നിങ്ങൾ ഫതൻതും അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ഫിത്നയിലാക്കി, കുഴപ്പത്തിലാക്കി. ഫതന എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിലാവുക അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുക. ഫതന യഫ്തിനു ഫിത്നതൻ, ഫതന യഫ്തിനു ഫിത്നതൻ. വലാകിന്നകും ഫതൻതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, നഫ്സിൻ്റെ ജംആണ് അൻഫുസ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഫിത്നയിലാക്കി. വതറബ്ബസ്തും, തറബ്ബസ യതറബ്ബസു തറബ്ബുസൻ, തറബ്ബസ എന്ന് പറഞ്ഞാൽ ഇൻതളറ, കാത്തു നിൽക്കുക. തറബ്ബസ, കാത്തു നിൽക്കുക, ഒരു കാര്യം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുക, അതിനാണ് തറബ്ബസ എന്ന് പറയുന്നത്. വതറബ്ബസ്തും, നിങ്ങൾ കാത്തു നിന്നു. വർതബ്തും, ഇർതാബ, ഇർതാബു ഇർതിയാബൻ, സംശയിക്കുക. വർതബ്തും, നിങ്ങൾ റൈബിലായി, സംശയത്തിലായി നിന്നു. വഗറത്കുമുൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അമാനി എന്ന് പറഞ്ഞാൽ വ്യാമോഹം, ഉമ്നിയത്തിൻ്റെ ജംആണ് അമാനി. ഉമ്നിയത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായ മോഹങ്ങൾ, അടിസ്ഥാനമില്ലാത്ത മോഹങ്ങൾ, തെളിവില്ലാത്ത മോഹങ്ങൾ, അതിനാണ് ഉമ്നിയത്ത് എന്ന് പറയുന്നത്, വ്യാമോഹങ്ങൾ. അതിൻ്റെ ജംആണ് അമാനി. വഗറത്കും അൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. ഗറ യഗുറു ഗറൻ വഗിറാറ, ഗറ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. ഗറ യഗുറു ഗറൻ വഗിറാറ, വഞ്ചിക്കുക. വഗറത്കും അൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാഅ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ, അഥവാ അംറുൽ മൗത്ത്, മരണത്തിൻ്റെ കൽപ്പന വരുന്നതുവരെ, യഖീന് വരുന്നതുവരെ. വഗറക്കും ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വീണ്ടും വഞ്ചിച്ചു. ആര്? അൽ ഗറൂറു, മഹാവഞ്ചകൻ.
ഗറൂർ എന്ന് പറഞ്ഞാൽ മൻ യഗുറു വഹുവൽ ഗറൂറു, വഞ്ചിക്കുന്നവനാണ് ഗറൂർ എന്ന് പറയുന്നത്. അൽ ഗറൂർ എന്ന് പറഞ്ഞാൽ ആ വലിയ വഞ്ചകൻ, വഹുവ ഇബ്ലീസ്, ഇബ്ലീസാണ്. വഗറക്കും ബില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അൽ ഗറൂറു, ആ വലിയ വഞ്ചകൻ, ആ വലിയ വഞ്ചകൻ. അപ്പോൾ മുനാഫിഖുകൾ ചോദിക്കുകയാണ്, യുനാദൂനഹും അലം നക്കും മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമസ്കരിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും, പക്ഷേ ഖാമു കുസാല യുറാഊന നാസ്, അവർക്ക് തൽക്കാലം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് കാണിക്കണം. അപ്പോൾ പള്ളിയിൽ അവരുണ്ട്, പ്രത്യക്ഷത്തിൽ നോമ്പ് നോൽക്കുന്നതായി അവർ കാണിക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്നവർ വരുത്തി തീർക്കുന്നുണ്ട്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നൊക്കെ നഷ്ഹദു സാക്ഷ്യമിട്ട് പറയും. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബുൻ. ആ മുനാഫിക്കുകൾ കളവ് പറയുകയാണ് എന്നതിന് അല്ലാഹു സാക്ഷിയാണ്. അപ്പോൾ അവർ നാവ് കൊണ്ട് ഷഹാദത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഷഹാദത്ത് നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം മനസ്സിൽ ഇഅ്തിഖാദ് കൂടി ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ ഈമാനായി തീരുന്നത്. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു, നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടും ചില ബാഹ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും. അതാണ് ഖാലൂ ബല. പക്ഷേ വലാകിന്നകും ഫതനതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി. എങ്ങനെ? ബിന്നിഫാഖ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തിയത്, ഫതനതും അൻഫുസകും ഐ അന്നിഫാഖു, അതുകൊണ്ടുള്ള ഉദ്ദേശം നിഫാഖാണ്. വകാനൽ മുനാഫിഖൂന മഅൽ മുഅ്മിനീൻ അഹ്യാഅൻ യുനാകിഹൂനഹും വയഗ്ശൗനഹും വയുആശിറൂനഹും വകാനൂ മഅഹും അംവാതാ വയുഅതൗന അൻ-നൂറ ജമീഅൻ യൗമൽ ഖിയാമah ഫയുത്ഫഉ അൻ-നൂറു മിനൽ മുനാഫിഖീന ഇദാ ബലഗു അസ്-സൂർ വയുമാസു ബൈനഹും ഹീനഇദിൻ. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുനാഫിഖുകൾ മുഅ്മിനുകളുടെ കൂടെ തന്നെയായിരുന്നു. അവർ തമ്മിൽ ചില വിവാഹങ്ങൾ നടന്നിരുന്നു, അവർ അവരെ ആലിംഗനം ചെയ്യാറുണ്ടായിരുന്നു, അവരുമായി നല്ല മുആശറത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ശരീരം കൊണ്ട് ജീവനുണ്ടായിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് വകാനൂ മഅഹും അംവാതാ, ഹൃദയം കൊണ്ട് മരിച്ചവരായിരുന്നു. മനസ്സിൽ ജീവനില്ലായിരുന്നു, ശരീരത്തിനെ ജീവനുള്ളൂ. കാരണം ഹൃദയത്തിൽ എന്തില്ല? ഈമാനില്ല. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു, മരിച്ചു കിടക്കുന്നവന് നാം ജീവൻ നൽകുന്നു. വജഅൽനാ ലഹു നൂറ, അയാൾക്ക് നാം ഒരു പ്രകാശവും നൽകുന്നതാണ്. അപ്പോൾ സത്യനിഷേധം എന്നത് മരണത്തോടാണ് അള്ളാഹു ഉപമിച്ചത്. സത്യവിശ്വാസത്തെ ജീവിതത്തോടും ആ സത്യവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന വിജ്ഞാനത്തെ പ്രകാശത്തോടും. ഈ പ്രകാശമാണ് നാളെ പരലോകത്തും പ്രകാശമായി മാറുന്നത്. അങ്ങനെ വയുഅതൗന അൻ-നൂറ ജമീഅൻ യൗമൽ ഖിയാമ, എല്ലാവർക്കും പ്രകാശം കൊടുക്കും ബാഹ്യമായി. ഫയുത്ഫഉ അൻ-നൂറു മിനൽ മുനാഫിഖീൻ, മുനാഫിഖുകളുടെ പ്രകാശം കെട്ടുപോകും. അതാണ് മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം, അല്ലാഹു ആ പ്രകാശം എടുത്തു കളയും. ഇദാ ബലഗു അസ്-സൂർ, അതെവിടെത്തുമ്പോഴാണ്? ഈ ഒരു സൂർ, നേരത്തെ പറഞ്ഞ ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് എന്ന് പറഞ്ഞ അത് സ്ഥാപിക്കപ്പെടുകയും വയുമാസു ബൈനഹും ഹീനഇദിൻ, അങ്ങനെ അവർക്കിടയിൽ വ്യക്തമായ ഒരു മറ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. നഊദു ബില്ലാഹി മിൻ ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിഫാഖുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഫിത്നകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് ഒന്ന് നിഫാഖാണ്, അതേപോലെ തന്നെ കുഫറും ശിർക്കുമെല്ലാമാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഏറ്റവും അടിത്തട്ടിലാണ്. വഞ്ചിക്കുക, ദുനിയാവിനാലും പിശാചിനാലും വഞ്ചിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫിത്ന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി. അപ്പോൾ അതിൽ നിന്ന് ഒരു പോയിന്റ് കൂടി ലഭിക്കും. എന്താണത്? അവരുടെ നിഫാഖ്, അതിനുള്ള സബബ് ആര് തന്നെയാണ്? അവർ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ
ഫിത്നയെ അവരിലേക്കാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞത്. അള്ളാഹു നിങ്ങളെ കുഴപ്പത്തിലാക്കി എന്ന് പറഞ്ഞില്ല. ഫതൻതും അൻഫുസക്കും, നിങ്ങൾ തന്നെയാണ് കുഴപ്പത്തിലാക്കിയത്. ആ നിഫാഖിൻ്റെ സബബ് അവർ തന്നെയാണ്. രണ്ടാമത്തത് വതറബ്ബസ്തും, നിങ്ങൾ കാത്തുനിന്നു എന്നാണ്. എന്താണ് ഇവിടെ തറബ്ബസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില ഉലമാക്കൾ പറഞ്ഞു തൗബയെ നീട്ടിവെക്കലാകുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വതറബ്ബസ്തും ഐ അഖർതുമുത് തൗബത മിൻ വഖ്തിൻ ഇലാ വഖ്ത്, തൗബയെ നിങ്ങൾ നീട്ടിവെക്കും എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം തൗബ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, അല്ലെങ്കിൽ റമളാൻ വരട്ടെ എന്നിട്ട് തൗബ ചെയ്യാം. പക്ഷേ എന്ത് ഉറപ്പാണുള്ളത് നമുക്കടുത്ത നിമിഷം ജീവിക്കാൻ കഴിയുമെന്ന്? അപ്പോൾ നിങ്ങൾ കാത്തുനിന്നു, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു. അതാണ് വതറബ്ബസ്തും, കാത്തു നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വേറെ ചില ആളുകൾ, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വതറബ്ബസ്തും ബിൽ ഹഖി വ അഹ്ലിഹി, സത്യത്തിൻ്റെയും അതിൻ്റെ ആളുകൾക്കും ദോഷകരമായ പര്യവസാനം ഉണ്ടാകുന്നതിന് അവർ കാത്തുനിന്നു. കാരണം റൈബൽ മനൂൻ, പ്രവാചകനും സ്വഹാബത്തിനും ഒരു നാശമുണ്ടാവും, അതങ്ങ് നശിച്ചു പോകും എന്നവർ അന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ഇപ്പം നമുക്ക് മുഹമ്മദ് നബിയും സ്വഹാബികളും ഒരു ഫിത്നയാണ്, മഅദല്ലാഹ്. എന്നാൽ കാലം എല്ലാവരെയും നശിപ്പിച്ചതുപോലെ ഇതും അങ്ങ് നീങ്ങിപ്പോകും, എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടോ മറ്റോ നീങ്ങിപ്പോകും. അങ്ങനെ അവർ സന്തോഷിച്ചു. ഓരോ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും അവർ ന്യൂസ് കാത്തു നിൽക്കുമായിരുന്നു എന്നാണ്. മുഹമ്മദ് നബിയും സ്വഹാബികളും യുദ്ധത്തിന് പോയാൽ ഇവർ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് ഒന്നുകിൽ വീട്ടിൽ ഷുഗലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറും. എന്നിട്ട് അവർ ന്യൂസിന് കാത്തു നിൽക്കുന്നതാണ്. നബി കൊല്ലപ്പെട്ടു എന്ന് കേൾക്കാൻ, യുദ്ധത്തിൽ സ്വഹാബികൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കാൻ, ഇനി അവർ തിരിച്ച് മദീനയിലേക്ക് വരികയില്ല എന്ന് കേൾക്കാൻ. അങ്ങനെ ഇസ്ലാമിൻ്റെ നാശം, സ്വഹാബത്തിൻ്റെ നാശം, മുഹമ്മദ് നബിയുടെ മരണം ഒക്കെ അവർ കാത്തുനിന്നു, പ്രതീക്ഷിച്ച് കാത്തുനിന്നു. അതാണ് വതറബ്ബസ്തും, നിങ്ങൾ സംശയത്തിലായി കാത്തുനിന്നു. വതറബ്ബസ്തും വറത്തബ്തും, നിങ്ങൾ സംശയിച്ച് നിൽക്കുകയും ചെയ്തു. ഇത് ശരിയാണോ അല്ലേ, ഇസ്ലാം ശരിയാണോ അല്ലേ, നിങ്ങൾ സംശയത്തിലായിരുന്നു. വറത്തബ്തും, നിങ്ങൾ സംശയത്തിലായിരുന്നു. വഗറത്കുമുൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളഞ്ഞു. വ്യാമോഹങ്ങൾ, ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തകൾ, ദുനിയാവിൻ്റെ മോഹങ്ങൾ, അത് നിങ്ങളെ വഞ്ചനയിലകപ്പെടുത്തി. അതുകൊണ്ടാണ് അവർ മുസ്ലിമീങ്ങളായി ബാഹ്യമായി പ്രഖ്യാപിച്ചതുപോലും ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഗനീമത്ത് സ്വത്ത് കിട്ടിയാൽ പറയും ഞങ്ങളും നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ, ഞങ്ങൾക്കും കൂടി വീതിച്ചതാ എന്നവർ പറയും. അങ്ങനെ ഭൗതികമായി ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം, എന്നാൽ മരണാനന്തര ജീവിതത്തെ അവർ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ വ്യാമോഹങ്ങൾ അവരെ വഞ്ചിച്ചു കളഞ്ഞു. വഗറത്കുമുൽ അമാനിയു. ഖാല ബഅ്ദു സലഫ്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഐ ഫതൻതും അൻഫുസകും ബില്ലദാതി വൽ മആസി വശഹവാത്ത്. ഷഹവാത്തുകൾ, വികാരങ്ങൾ, അനുസരണക്കേട്, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ, ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവരെ ഫിത്നയിലാക്കി. ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടി അനന്തമായ ലോകത്തിലെ സുഖങ്ങളെ അവർ മറക്കുകയോ അവിടുത്തെ ശിക്ഷയെ അവർ മറന്നു പോവുകയോ ചെയ്തു. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ വഗറത്കുമുൽ അമാനി, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. ഐ ഖുൽതും സയുഗ്ഫറു ലനാ, അതാണ് ഞങ്ങൾക്ക് അള്ളാഹു അങ്ങ് പുറത്തു തരും. ഇതും ഒരു തരം വ്യാമോഹമാണ്. ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. വഖീല ഗറത്കുമുദ്ദുനിയ, ദുനിയാവ് അഥവാ ഇവിടെ അമാനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദുനിയാവാണ്. വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹ്, അഥവാ അൽ മൗത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അഥവാ മരണത്തിൻ്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ ദുനിയാവിൻ്റെ സുഖങ്ങളിലായിരുന്നു. തീർന്നില്ല. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മഹാവഞ്ചകൻ അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക.
മനുഷ്യ, നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞതെന്താണ്? നിന്നെ സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും ശരിയായ പ്രൊപ്പോഷനിൽ നിന്റെ ശരീരത്തെ ക്രമപ്പെടുത്തുകയും നിനക്ക് വളരെ നല്ല ഒരു സൂറത്ത് നൽകുകയും ചെയ്ത ആ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞതെന്താണ്? ഖാലത്ത് റുസുലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? അപ്പോൾ സംശയരഹിതമായി വിശ്വസിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതെങ്കിലും മഹാവഞ്ചകനായ പിശാച് മനുഷ്യനെ വഞ്ചിച്ച് കളഞ്ഞു. വ്യാമോഹങ്ങളും മനുഷ്യനെ വഞ്ചിച്ച് കളഞ്ഞു. അപ്പോൾ ഇവിടെ മനുഷ്യർ ഫിത്നയിലകപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇത് ആരിലെല്ലാം ഉണ്ടോ അവരൊക്കെ പരലോകത്ത് വഞ്ചിക്കപ്പെടും. ശ്രദ്ധിക്കുക. അതിൽ ഒന്ന് ഈ പറയപ്പെട്ട ഫിത്ന അഥവാ നിഫാഖ്, കാപട്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവമാണ് കാപട്യം, നിഫാഖ്. സൂറത്തുൽ ബഖറ പരിശോധിച്ച് നോക്കൂ. വിശ്വാസികളെക്കുറിച്ച് 5 ആയത്തിൽ പറഞ്ഞു, കാഫിറുകളെക്കുറിച്ച് 2 ആയത്തിൽ പറഞ്ഞു, മുനാഫിക്കുകളെ സംബന്ധിച്ച് പിന്നീട് 13 ആയത്തുകളിലാണ് പറയുന്നത്, അല്ലെങ്കിൽ 10 ആയത്തുകൾ. അപ്പോൾ മുസ്ലിമീങ്ങളെക്കാൾ കാഫിറുകളെക്കാൾ അള്ളാഹു ദിക്ർ നടത്തിയത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ്. സൂറത്തു തൗബയിലുടനീളം മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൂറത്തുൽ ഫത്ഹിലും അത് കാണാം, സൂറത്തുൽ അഹ്സാബിലും കാണാം. കാരണം അവരെ കൊണ്ട് ഉള്ളിൽ കാപട്യം സൂക്ഷിക്കുന്നവനെ കൊണ്ട് ഭയങ്കര ഫിത്നയാണ് സമൂഹത്തിൽ. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ഏത് മതക്കാരിലും ആ നിഫാഖ് അപകടമാണ്. ഏത് വിഭാഗത്തിലും നിഫാഖ് അപകടകാരിയാണ്. അതുകൊണ്ട് നിഫാഖിനെ തൊട്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടണം. രണ്ടാമത് മനുഷ്യനെ വഞ്ചിച്ച് കളയുന്നതാണ് ഈ തറബ്ബുസ്, പിന്നീടാവാം എന്ന ചിന്ത, കാത്തു നിൽക്കുക. നന്മയുടെ വിഷയത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകൾ കണ്ടാൽ പിന്നെ മത്സരിച്ച് മുന്നോട്ട് വരിക. ഒരിക്കലും പിറകിലേക്ക് മാറി നിൽക്കരുത്, പിന്നെയാവാം എന്ന് വിചാരിക്കരുത്. മറിച്ച് ഉടനെ തന്നെ അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. മുസാറഅത്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ധൃതി വെക്കുകയാണ് വേണ്ടത്. മുസാബഖത്താണ് വേണ്ടത്, മത്സരിച്ച് മുന്നേറുകയാണ് വേണ്ടത്. ഒരിക്കലും കാത്തു നിൽക്കാൻ പാടില്ല. ഓട്ടമത്സരം നടത്തുമ്പോൾ ഒരാൾ കാത്തു നിന്നാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും ഓടുമ്പോൾ അയാൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാകും, തോറ്റുപോകും. മുസാബഖയിൽ കാത്തു നിൽക്കരുത്. പരലോകത്തിന് വേണ്ടി ഫലിയതനാഫസിൽ മുതനാഫിസൂന, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നാണ്. അപ്പോൾ കാത്തു നിൽക്കുക അത് ഫിത്നയാകുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തത് ഇർത്തിയ, സംശയം. നമ്മളൊരു ഖുത്ബയിൽ വിശദമായി സൂചിപ്പിച്ചു യഖീനിൻ്റെ ഒരു പ്രാധാന്യം. സംശയം പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് സുമ്മലം യർതാബ്, അവർക്ക് പിന്നെ സംശയങ്ങളില്ല. ലാ റൈബ ഫീ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. എന്നാൽ അവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ പറയും ഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്, അവർ ശക്കിലാണ്, മുരീബാണ്, സംശയത്തിലാണ് എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ റൈബ്, സംശയം ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവിശ്വാസികളുടെ സിഫത്താണ്. മുസ്ലിമീങ്ങളുടെ സിഫത്ത് എന്ന് പറയുന്നത് യഖീനാണ്. വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ, അവർ യഖീനുള്ളവരാണ്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ആ വിഷയത്തിൽ അവർ യഖീനുള്ള ആളുകളാണ്. അവർക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ യഖീൻ അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ. അപ്പോൾ വിശ്വാസികൾ യഖീനുള്ളവരാകണം. യഖീൻ ഉണ്ടാവാൻ എന്ത് വേണം? ഇൽമ് വേണം. അറിവില്ലാത്തവന് യഖീൻ ഉണ്ടാവില്ല. ഹുജ്ജത്താണ് യഖീൻ. ഒരാൾക്ക് വിജ്ഞാനമുണ്ടെങ്കിലേ അയാൾക്ക് യഖീൻ ഉണ്ടാവുകയുള്ളൂ. അറിവില്ലാത്ത വിഷയത്തിൽ അയാൾ സംശയത്തിലായിരിക്കും. അതുകൊണ്ട് യഖീൻ സ്ഥിരപ്പെടാൻ വിജ്ഞാനം നേടണം. മുനാഫിക്കുകളോട് ഖബറിൽ വെച്ച് അള്ളാഹു ചോദിക്കും, മലക്കുകൾ ചോദിക്കും അള്ളാഹുവിനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്. അവർക്ക് മറുപടി പറയാൻ കഴിയില്ല.
എന്നിട്ട് അവർ പറയും, ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഞങ്ങളും അത് പറഞ്ഞു. ജനങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു, ഞങ്ങൾ അവരുടെ കൂടെ കൂടി. അപ്പോൾ മലക്കുകൾ പറയും, അല്ല, മാ ദലൈത മാ ദറൈത വലാ തലൈത മാ ദറൈത വലാ തലൈത. നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തില്ല, അതാ പ്രശ്നം. ദറ എന്ന് പറഞ്ഞാൽ പഠിക്കുക, തല വായിക്കുക. നിങ്ങളൊന്നും വായിച്ചു പഠിച്ചില്ല. മാ ദറൈത വലാ തലൈത, വായിച്ചു പഠിക്കണം എന്നാണ്. ഖുർആൻ ഓതി പഠിക്കണം, ഹദീസുകൾ വായിച്ചു പഠിക്കണം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കിതാബുകൾ വായിച്ച് തന്നെ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഉലമാക്കളിൽ നിന്ന് ഇരുന്ന് കേട്ട് ഇരുത്തം വരണം. അപ്പോഴേ ശക്ക് നീങ്ങുകയുള്ളൂ. ശക്കിനെ ഇല്ലാതെയാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൽ ഇൽമു യുനാഫി അൽ ജഹൽ വൽ യഖീനു യുനാഫി ഷക്ക്. ജഹലിനെ ഇല്ലാതെയാക്കുന്ന ഇൽമു വേണം, സംശയത്തെ ഇല്ലാതെയാക്കുന്ന യഖീനും വേണം. എന്നാൽ ഈ ഇൽമില്ലെങ്കിൽ, ജഹലാണെങ്കിൽ അവിടെ യഖീൻ ഉണ്ടാവില്ല. ഇതും വലിയൊരു ഫിത്നയാണ്. അതാണ് ഉറത്തബുത്ത്. നാലാമത്തത് വഗറത്കുമുൽ അമാനി, ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ ഈ ദുനിയാവിനെ കുറിച്ച്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാകും. വ്യാമോഹങ്ങളും ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, അതിൻ്റെ പിന്നാലെ ഒരിക്കലും പോവരുത്. അതേപോലെ തന്നെ വഗറക്കും ബില്ലാഹി അൽ ഗറൂർ, അള്ളാഹുവിനെ കുറിച്ച് മഹാവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഈ വഞ്ചന എന്ന് പറയുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമാണ്. ഈ അത്തിഖാദിൽ, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ മനസ്സിലാക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും മനസ്സിലാക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മനസ്സിലാക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ മനസ്സിലാക്കുന്നതിൽ പിശാച് ആ നിലക്കൊക്കെ വഞ്ചിക്കും. നിങ്ങൾ നോക്കൂ, മുർജിയാക്കൾ അഹ്ലുസുന്ന നിന്ന് പിഴച്ചുപോയൊരു കക്ഷിയാണ്. ഇർജാഇൻ്റെ ആളുകൾ, അവർക്കാണ് മുർജിയാക്കൾ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലും ഖുർആനിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരെ പിശാച് എങ്ങനെയാണ് വഞ്ചിച്ചത്? അള്ളാഹു, നിങ്ങൾ ഒരിക്കൽ തൗഹീദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അമലുകളൊന്നും നിങ്ങളുടെ ഈമാനിനെ ബാധിക്കുന്നില്ല. അമലിന് ഈമാനുമായി ബന്ധമില്ല. മറിച്ച് അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, നബി ശരിയാണെന്നൊക്കെ വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾ കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും മറ്റെന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ ഈമാനിൽ തന്നെയാണ്. കാരണം ഈമാനിൽ ലാ യസീദു വലാ യൻഖുസു എന്നാണ് അവരെ തത്വം. ഈമാൻ കൂടുകയില്ല, കുറയില്ല. അതൊരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലെയാണ്. അഹ്ലുസുന്നയുടെ അഖീദ എന്താണ്? അൽ ഈമാനു യസീദു ബിത്വാഅ വ യൻഖുസു ബിൽ മാസിയ. അനുസരണം കൊണ്ട് വർദ്ധിക്കും, മാസിയത്ത് കൊണ്ട് കുറയും. എന്നാൽ മുർജിയാക്കൾ വാദിച്ചു, കുഴപ്പമില്ല, ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അയാൾ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. പിശാച് അങ്ങനെയാണ് അവരെ വഞ്ചിച്ചത് അള്ളാഹിൻ്റെ കാര്യത്തിൽ. ഖവാരിജികളുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ്. ഖവാരിജികൾ പറഞ്ഞു, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അതുകൊണ്ട് വൻപാപങ്ങൾ പോലും അള്ളാഹു പുറത്തുവരില്ല. അതുകൊണ്ട് ആരാണോ മദ്യപിച്ചത്, ആരാണോ വ്യഭിചരിച്ചത്, അവൻ ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ, അവൻ നരകത്തിൽ നിത്യവാസിയാണ്. അപ്പോൾ ഒരു ടീം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിഷയത്തിൽ പിശാച് അവരെ അതിലൂടെ വഞ്ചിച്ചു. വേറൊരു ടീം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ വിഷയത്തിൽ പിശാച് അവരെ വഞ്ചിപ്പിച്ചു. വേറെ ചില ആളുകളെ, സൂഫിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ, അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ജാനിബിൽ പിശാച് വഞ്ചന നടത്തി. എന്താണത്? ഇഷ്ടം, ഇഷ്ക്, അത് മതി. നിസ്കരിക്കണോ? അതൊന്നും വേണ്ട, മഹബത്ത് ഉണ്ടായാൽ മതി. 5 വഖ്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, റമളാനിൽ നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റ് ഇസ്ലാമിൻ്റെ ഷായിറുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് കഞ്ചാവ് വലിച്ചാലും കള്ള് കുടിച്ചാലും ഒക്കെ വലിയ തന്നെയാണ്. ആ കുടിക്കുന്നത് എന്തല്ല? കള്ളല്ല. ആ വലിക്കുന്നത് കഞ്ചാവല്ല. ഇതാണ് സൂഫിയാക്കളുടെ തരീഖത്ത്. അവർ മഹബത്ത് മാത്രം, അള്ളാഹുവിനോടുള്ള ഇഷ്കുണ്ടായാൽ മതി. സ്വർഗം പോലും ആഗ്രഹിക്കണ്ടെന്ന്. നിങ്ങൾ എന്തിനാ അമൽ ചെയ്യുന്നത്? സ്വർഗം കിട്ടാനാ? അതൊക്കെ ചീപ്പ് കാര്യമല്ലേ അവർ പറയാണ്. എന്താണ് സ്വർഗമൊക്കെ? അതൊക്കെ ഒരു സുഖം ആഗ്രഹിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അത് മോശമല്ലേ? അല്ലാതെ തന്നെയുള്ള ഇഷ്ടമാണ്. നോക്കൂ, കേട്ടാൽ തോന്നുന്നു നല്ലൊരു വർത്താനാണല്ലോ പറഞ്ഞത്. പക്ഷേ നമുക്കേത് വിഷയത്തിലും മാതൃകാരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഒരിക്കൽ പോലും
എനിക്ക് സ്വർഗമല്ല വേണ്ടത്, മറിച്ച് അതിനേക്കാളൊക്കെ മേലെ സ്വർഗം ഒരു വിഷയമല്ല, മഹബത്താണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഏത് വിഷയവും സ്വർഗത്തെ മുൻനിർത്തിയ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. ഖുർആനിലും അങ്ങനെ തന്നെയാണ് കാണുക, സ്വഹാബികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, മൻ അബദല്ലാഹ ബിൽ മഹബ്ബത്തി ഫഖത്ത്, മഹബത്ത് കൊണ്ട് മാത്രം ആരെങ്കിലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ ഫഹുവ സൂഫി വഹുവ സിന്ദീഖ്, അവൻ സിന്ദീഖാണ്. മൻ അബദല്ലാഹ ബിൽ ഇർജാഇ ഫഖത്ത്, ഇർജാ അഥവാ റജാ കൊണ്ട് മാത്രമാണെങ്കിൽ ഖൗഫുല്ല, എനിക്ക് അള്ളാഹിനെ പേടിയൊന്നുമില്ല. ചില ആളുകൾ അത് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുക. റഹ്മാനായ റഹീമായ അള്ളാഹുവിന് എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയേ ഉള്ളൂ എന്ന് പറയും, അല്ല ഭയമേ ഉള്ളൂ എന്ന് പറയും, പേടി മാത്രമേ, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഒരു പേടിയുമില്ല. വഹുവൽ മുർജി, അവൻ മുർജിയാക്കളിൽപ്പെട്ടവനാണ്. എന്നാൽ മൻ അബദല്ലാഹ ബിൽ ഖൗഫി ഫഖത്ത്, ഒരാൾക്ക് ഖൗഫ് മാത്രം, പേടി മാത്രമേ ഉള്ളൂ, റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയല്ല. അള്ളാഹു കഠിനമായി ശിക്ഷിക്കും, അതല്ലേ നരകം, അങ്ങനെയല്ലേ ഇങ്ങനെയല്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ പിടുത്തം ഖവിയാണ്, അസീസാണ്, ഷദീദുൽ ഇഖാബാണ്. ഇത് മാത്രം, ഈ ജാനിബ് മാത്രം. വഹുവൽ ഖവാരിജ്, അവൻ ഖവാരിജാണ്. ഇത് മൂന്നും ജംഅ് ചെയ്യുന്നതാരോ ഹുവ മിൻ അഹ്ലിസ്സുന്ന വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾ. അവർക്ക് മഹബത്തുണ്ട്, ഖൗഫുണ്ട്, റജാഉണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്, അതേ സന്ദർഭത്തിൽ സ്വർഗം കിട്ടണം, നരകത്തെ പേടിയാണ്. ഇതാണ് ശരിയായ അഹ്ലുസുന്നയുടെ അഖീദ. അപ്പോൾ വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പിശാച് പല നിലക്കും മനുഷ്യനെ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സിറാത്തുൽ മുസ്തഖീം, ഒരു നേർവര വരച്ചു, പിന്നെ അതിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും വരകൾ വരച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫീ കുല്ലി സബീലിൻ ശൈത്താനും, എല്ലാ വഴിയിലും ഒരു ശൈത്താൻ നിൽക്കുന്നുണ്ടാവും, ഇങ്ങോട്ട് വാ എന്നുള്ളത്. 50 എണ്ണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ചിലപ്പോൾ 51ാമത്തതിൽ അങ്ങ് പോകും. 100 എണ്ണത്തിൽ രക്ഷപ്പെട്ടവൻ 101ാമത്തെ വഴിയിലൂടെ കടന്നുപോയി കളയാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, മുസ്ലിമീങ്ങൾ എന്തിനാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്? തന്നെ മരിക്കുന്നവരെ പറയണം, ഒരു ദിവസം 17 തവണ നിർബന്ധമായും പറയണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അവിടെ ചില ഉലമാക്കൾ നൽകിയ തഫ്സീർ എന്താണ്? സബ്ബിത്ന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ തസ്ബീത്ത് തരണേ റബ്ബേ, ഒരിക്കലും ഇളകിപ്പോവാത്ത വിധം. അങ്ങനെ ഇളകിപ്പോവാതിരിക്കാൻ എന്തു വേണം? നിരന്തരമായി ഈമാനിനെ തജ്ദീദ് ചെയ്യണം, തൗഹീദിനെ തജ്ദീദ് ചെയ്യണം. ഇത് എന്നോ 10 കൊല്ലം മുമ്പ് കേട്ട ഒരു തൗഹീദിൻ്റെ പ്രഭാഷണം കൊണ്ട് മാത്രം നടക്കരുത് പ്രിയപ്പെട്ടവർ. ഉലമാക്കൾ പറഞ്ഞത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കിതാബു തൗഹീദ് 100 തവണ വായിക്കാൻ പറ്റിയ 100 തവണ വായിക്കണം. തൗഹീദിൻ്റെ കിതാബുകൾ ഇടക്കിടക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം, തൗഹീദിൻ്റെ ദർസുകൾ ഇടക്കിടക്ക് കേട്ടുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. തൗഹീദിൻ്റെ മസായിലുകൾ മറന്നുപോകുന്ന മനുഷ്യൻ മറന്നുപോകും. തൗഹീദ് മറന്നപ്പോഴാണല്ലോ ഷിർക്കിലേക്ക് പോയത്. മനുഷ്യനോട് കാലപ്പയക്കം നേരിട്ടാൽ തൗഹീദ് മറന്നുപോകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിനെ അയക്കേണ്ടി വന്നത് തൗഹീദുള്ളൊരു ടീം അത് മറന്നപ്പോഴാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റു അമ്പിയാക്കളുടെ സന്താന പരമ്പരകളിൽ തന്നെയാണ് പിന്നീട് എന്ത് വന്നത്? ഷിർക്ക് വന്നിട്ടുള്ളത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്ക്. ആ കഅബാലയത്തിൽ തന്നെ കൊണ്ടുപോയി വിഗ്രഹങ്ങൾ വെച്ചു. ആ കഅബാലയം പടുത്തുയർത്തിയത് ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വിഗ്രഹങ്ങളും ഇബ്രാഹിം നബിയും തമ്മിലുള്ള കാര്യം എന്തായിരുന്നു ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അതേ കഅബാലയത്തിൽ ഇബ്രാഹിം നബീൻ്റെ തന്നെ ഒരു വിഗ്രഹം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മനുഷ്യന് എത്രമാത്രം അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നിരന്തരം തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം, നിരന്തരം തൗഹീദ് കേട്ടുകൊണ്ടേയിരിക്കണം. അഖീദയുടെ ദുറൂസുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഈ ഇൽമിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഏത് ഗ്യാപ്പിലൂടെയാണ് പിശാച് കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. പിശാച് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അന്ന് അവരോട് പറയപ്പെടും ഒരായത്തു കൂടി നമുക്ക് വിശദീകരിക്കാം. ഫൽ യൗമ, ഇന്നേ ദിവസം, ലാ യുഖദു മിൻകും ഫിദിയ, നിങ്ങളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല. അഖദ യഖുദു അഖ്ദൻ, എടുക്കുക, സ്വീകരിക്കുക. ലാ യുഖദു മിൻകും ഫിദിയതുൻ, ഫിദിയ എന്ന് പറഞ്ഞാൽ ഒന്നിനു പകരമായി നൽകുന്ന പ്രായശ്ചിത്തത്തിനാണ് ഫിദിയ എന്ന് പറയുന്നത്. ഫിദിയത്തുൻ, ഒരു പ്രായശ്ചിത്തവും നിങ്ങളിൽ നിന്ന് എന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വലാ മിനല്ലദീന കഫറൂ, സത്യനിഷേധികളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അത് മുനാഫിക്കുകളോടാണ് അഭിസംബോധന ചെയ്യുന്നത്. അതേപോലെ തന്നെ സത്യനിഷേധികളോടും. ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകാമെന്ന് പറഞ്ഞാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. മിൽ ഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി, ഭൂമി നിറച്ചും സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞാലും അള്ളാഹുവിനോട് സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കടം വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുനിയാവ്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളോട് ദുനിയാവെന്ന് കടം വരെ ചോദിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ സൂചിപ്പിച്ചു, ഒന്നാമത്തെ ആകാശത്തേക്ക് എല്ലാ രാത്രിയുടെ അവസാനത്തിലും ഇറങ്ങി വന്ന അള്ളാഹു ചോദിക്കുന്നത് മൻ യുഖ്രിദു ഗൈറ അദീമിൻ വലാ വലൂം, അക്രമം കാണിക്കാത്ത പാപ്പരല്ലാത്ത ഒരാൾക്ക് കടം തരാൻ ആരുണ്ട്? അങ്ങനെയുള്ള റഹ്മാനായ റബ്ബ് പക്ഷേ അതിൻ്റെ സമയം എവിടെ വരെ നിശ്ചയിച്ചിട്ടുള്ളൂ? ഖബർ സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. മരിക്കുന്നതോടുകൂടി ഈ ചാൻസസ് കഴിഞ്ഞു. നരകത്തിൽ വാവിട്ട് കരയുന്ന, പക്ഷെ നരകത്തിലെ കരച്ചിൽ സ്വീകരിക്കപ്പെടൂല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊടിയുന്ന ഒരു തുള്ളി കണ്ണുനീർ നിങ്ങളെ നരകത്തിൽ നിന്ന് കാക്കും. ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് ഒരു വേള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നരകത്തിൽ വാവിട്ട് കരഞ്ഞാലും നിരന്തരമായി കരഞ്ഞാലും പരിഗണിക്കപ്പെടുകയില്ല. ഇവിടുന്ന് ഒരു ദിർഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷണം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോളിയുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കഴിയുന്ന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഒരു ഉമ്മാക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന 2 മക്കളെയും കൊണ്ട് വന്ന ഒരു ഉമ്മ, 3 ഈത്തപ്പഴമാണ് അവിടെ ഉള്ളത്, അത് 3ഉം അവർക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കുട്ടി ആ ഈത്തപ്പഴം കഴിച്ചു, രണ്ടാമത്തെ കുട്ടിയും ഈത്തപ്പഴം കഴിച്ചു. അപ്പോഴും ഉമ്മ കഴിക്കുന്നില്ല, വെയിറ്റ് ചെയ്യാണ് മക്കളെ. ഉമ്മ കിട്ടിയ പാടെ തന്നെ ഉമ്മാക്ക് തിന്നാം, പക്ഷെ ഉമ്മ തിന്നില്ല. മക്കൾ തിന്ന് തീരുന്നത് വരെ ഉമ്മ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈത്തപ്പഴം തിന്നു കഴിഞ്ഞതിന് ശേഷം ആ മക്കൾ ഉമ്മയുടെ കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കിയെന്ന്. അപ്പോൾ സ്വാഭാവികമായും ആ ഉമ്മ ആ ഈത്തപ്പഴത്തെ 2ആക്കി ഭാഗിച്ചിട്ട് ആ 2 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. ആ ഉമ്മ കഴിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂൽ വന്നപ്പോൾ, അപ്പോൾ റസൂൽ അവിടെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ, ഇത്ര അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ആ സ്ത്രീക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി. സ്വർഗം നിർബന്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക്. ആ കാരുണ്യം, ഒരു ഉപ്പക്ക് മക്കളോട് തോന്നുന്ന അത്തരം കാരുണ്യങ്ങൾ, ആ കാരുണ്യങ്ങൾ കാണിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് സ്വർഗം നിർബന്ധമാക്കിയേക്കാം, നരകം നിഷിദ്ധമാക്കിയേക്കാം. അപ്പം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ചെറിയ അമലും സ്വീകരിക്കാൻ റബ്ബ് റെഡിയാണ്. പക്ഷേ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്, നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നാൽ ഖിയാമത്ത് നാളിൽ ഫൽയൗമ ലാ യുഖ്ഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്നുമില്ല നിങ്ങളിൽ നിന്നും ഒരു പ്രായശ്ചിത്വം സ്വീകരിക്കും. മഅവാകുമുന്നാർ, നിങ്ങളുടെ വാസസ്ഥലം ഇനി മുതൽ നരകമാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിയ മൗലാക്കും, അതാകുന്നു നിങ്ങളുടെ സങ്കേതം. മൗല എന്ന് പറഞ്ഞാൽ സങ്കേതം, രക്ഷാസങ്കേതം, രക്ഷാകേന്ദ്രം, സങ്കേതം. എന്നാൽ ഇവിടെ നിങ്ങളുടെ മൗല നരകമാണ്. വബിഅ്സൽ മസീർ, ആ മടക്കസ്ഥാനം എത്ര മോശം, എത്ര മോശമായ സ്ഥലമാണ് നരകം. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനന്നാർ.
اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും മഹ്ശറിലെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിപൂർണമായ പ്രകാശം ഖിയാമത്ത് നാളിൽ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആ പ്രകാശം കൊണ്ട് മഹ്ശറിൽ കാണാനും സിറാത്തിലൂടെ സഞ്ചരിക്കുവാനും സ്വർഗത്തിൽ പോകാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നും അതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ അവസ്ഥാന്തരങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഖ്ലാസും ഈമാനും തഖ്വയും സിദ്ഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി കൊണ്ട് മരണപ്പെടുന്നൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൽമിലും ഈമാനിലും എപ്പോഴും തജ്ദീദ് നടത്തുന്ന പുതുക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ ഇണകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ഭരണാധികാരികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നമ്മുടെ നാടുകളിൽ നമുക്ക് സമാധാനവും ശാന്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റു പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയായ കാര്യങ്ങൾ ശരിയായ സന്ദർഭങ്ങളിൽ ശരിയായ രൂപത്തിൽ പറയുന്ന ഹിക്മത്തിൻ്റെ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.